സിഗ്നലിംഗ് സ്കീംസിന്റെ തേർഡ് പാർട്ടിലേക്ക് പോവുകയാണ്. നമ്മൾ ഓൾറെഡി പാർട്ട് 1 യൂണിപോളാർ റിട്ടേൺ ടു സീറോ, അതുപോലെ പോളാർ നോൺ റിട്ടേൺ ടു സീറോ, പോളാർ റിട്ടേൺ ടു സീറോ സിഗ്നലിംഗ് സ്കീം എക്സ്പ്ലെയിൻ ചെയ്തായിരുന്നു. അപ്പോൾ ഇന്നത്തെ ഈ സെഷനിൽ പാർട്ട് 3 പോളാർ നോൺ റിട്ടേൺ ടു സീറോ, അല്ലെങ്കിൽ അതിന്റെ മാർക്ക് ഇൻവേർഷൻ കോഡ് എന്ന് പറയും, അതും മാഞ്ചസ്റ്റർ കോഡും സ്പ്ലിറ്റ് ഫേസ് മാഞ്ചസ്റ്റർ കോഡ്, അങ്ങനെ 3 സിഗ്നലിംഗ് കോഡ് സ്കീമാണ് നമ്മൾ ഇന്നത്തെ ഈ സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ ബൈപോളാർ നോൺ റിട്ടേൺ ടു സീറോ. ഇതിന്റെ അനദർ നെയിമാണ് മാർക്ക് ഇൻവേർഷൻ കോഡ്, മാർക്ക് ഇൻവേർഷൻ കോഡ് അല്ലെങ്കിൽ ഓൾട്ടർനേറ്റ് മാർക്ക് ഇൻവേർഷൻ കോഡ്, AMI എന്ന് പറയും, ഓൾട്ടർനേറ്റ് മാർക്ക് ഇൻവേർഷൻ കോഡ്. അതിനകത്ത് the successive 1 are represented by pulses of alternate polarity and 0 is represented by no pulses. ആ ഒരു ഫോമിലാണ് നമ്മൾ ഓൾട്ടർനേറ്റ് മാർക്ക് ഇൻവേർഷൻ കോഡ് അല്ലെങ്കിൽ ബൈപോളാർ നോൺ റിട്ടേൺ ടു സീറോ കോഡിങ്ങിൽ റെപ്രസെന്റ് ചെയ്യുന്നത്. 1 നമ്മൾ പൾസസ് വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്യും ഓഫ് ആംപ്ലിറ്റ്യൂഡ് A ആൻഡ് -A, മീൻസ് ബൈപോളാർ ആയതുകൊണ്ട്. പിന്നെ അടുത്ത ചാലഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾട്ടർനേറ്റ് വൺസിന് നമ്മൾ ഇൻവേർട്ട് ചെയ്യും. ഓക്കെ, എക്സാമ്പിൾ വെച്ചിട്ട് പറയാം. ഇതിനകത്ത് ആംപ്ലിറ്റ്യൂഡ് എയും -A ആണ് വരുന്നത്. 1 വരുമ്പോഴത്തേക്ക് അതിന്റെ ആംപ്ലിറ്റ്യൂഡ് A ആയിരിക്കും. അപ്പം ഈ 1 നമ്മൾ ആംപ്ലിറ്റ്യൂഡ് 1 വെച്ചിട്ടായിരിക്കും റെപ്രസെന്റ് ചെയ്യുന്നത്. 0 വരുമ്പോഴത്തേക്ക് അതിന്റെ 0യിലേക്ക് വരും. ഓക്കെ, 0യിലേക്ക് വരും. എഗെയിൻ ഈ 1 വരുമ്പോഴത്തേക്ക് നമ്മൾ ഇവിടെ പോസിറ്റീവ് 1 വെച്ച് റെപ്രസെന്റ് ചെയ്യുന്നതുകൊണ്ട് അടുത്ത വരുന്ന 1 നമ്മൾ എന്തായിരിക്കും -A വെച്ചിട്ടായിരിക്കും റെപ്രസെന്റ് ചെയ്യുന്നത്. ഇനി എഗെയിൻ 1 വന്നു, അപ്പൊ ഇവിടെ എന്ത് ചെയ്യും, ഇവിടെ -A വെച്ച് റെപ്രസെന്റ് ചെയ്തുകൊണ്ട് ഈ 1 നമ്മൾ +A വെച്ചിട്ടായിരിക്കും റെപ്രസെന്റ് ചെയ്യുന്നത്. 0 ആയതുകൊണ്ട് അതിന് 0 ആംപ്ലിറ്റ്യൂഡ് തന്നെ ആയിരിക്കും. ഈ 1 വരുമ്പോഴത്തേക്ക് ഇവിടെ പോസിറ്റീവ് ആയതുകൊണ്ട് ഈ 1 നമ്മൾ നെഗറ്റീവ് വെച്ച് റെപ്രസെന്റ് ചെയ്യും. 0 ആയതുകൊണ്ട് അതിന്റെ ആംപ്ലിറ്റ്യൂഡ് 0 തന്നെ ആയിരിക്കും. ഇവിടെ നോൺ റിട്ടേൺ ടു സീറോ, അതുകൊണ്ടാണ് ഇടയ്ക്ക് വെച്ച് ട്രാൻസിഷൻ വരാത്തത്. ഈ 0നെ നമ്മൾ 0 വെച്ച് റെപ്രസെന്റ് ചെയ്യും. ഈ 1 നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ -1 ആയതുകൊണ്ട് അതിന്റെ ആംപ്ലിറ്റ്യൂഡ് +A വെച്ച് റെപ്രസെന്റ് ചെയ്യും. എഗെയിൻ 0 വന്നതുകൊണ്ട് നമ്മൾ 0 വെച്ച് റെപ്രസെന്റ് ചെയ്യും. ഇതാണ് ഓൾട്ടർനേറ്റ് മാർക്ക് ഇൻവേർഷൻ കോഡ്. അതായത് ഓൾട്ടർനേറ്റ് ആയിട്ട് 1ന്റെ പൊളാരിറ്റി നമ്മൾ ചേഞ്ച് ചെയ്ത് കൊടുക്കും. അതിന് ബൈപോളാർ നോൺ റിട്ടേൺ ടു സീറോ എന്നും പറയും. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോഡിംഗ് സ്കീമാണ് മാർക്ക് ഇൻവേർഷൻ കോഡ് ഓർ AMI കോഡ്. സക്സസീവ് 1 ആർ റെപ്രസെന്റഡ് ബൈ പൾസസ് ഓഫ് ഓൾട്ടർനേറ്റ് പൊളാരിറ്റി, ദാറ്റ് ഈസ് 1 and -1 അല്ലെങ്കിൽ A and -A. 0 ഈസ് റെപ്രസെന്റഡ് ബൈ 0. ഓക്കെ, മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ 1 വന്നതുകൊണ്ട് ഹൈ വന്നു, 0 ആയതുകൊണ്ട് 0 വന്നു. എഗെയിൻ 1 വന്നത് ഇവിടെ 1 ആയതുകൊണ്ട് നമ്മൾ -A വെച്ച് റെപ്രസെന്റ് ചെയ്ത്, ഇവിടെ എഗെയിൻ 1 വന്നതുകൊണ്ട് +A വെച്ച് റെപ്രസെന്റ് ചെയ്തു. 0നെ 0 വെച്ച് റെപ്രസെന്റ് ചെയ്ത്, ഈ 1ന് ഇവിടെ +1 ആയതുകൊണ്ട് ഇവിടെ -A വെച്ച് റെപ്രസെന്റ് ചെയ്ത്, 0 represented by 0, again 0 represented by 0. This one is represented by positive since here we are using -A. Okay, ആ ഒരു രീതിയിൽ സിഗ്നലിംഗ് കോഡ് ഫോളോ ചെയ്യും. അതാണ് ബൈപോളാർ നോൺ റിട്ടേൺ ടു സീറോ അല്ലെങ്കിൽ മാർക്ക് ഇൻവേർഷൻ കോഡ്. ഇനി അടുത്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 കോഡിംഗ് സ്കീമാണ്. ഒന്ന് മാഞ്ചസ്റ്റർ കോഡ്. മാഞ്ചസ്റ്റർ കോഡ് അതിൽ ഡിഫറെന്റ് നൊട്ടേഷൻസ് ഉണ്ട്. നമ്മൾ IEEE നൊട്ടേഷൻസ് ആണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. മാഞ്ചസ്റ്റർ കോഡ്, പിന്നെ ഉള്ളത് സ്പ്ലിറ്റ് ഫേസ് മാഞ്ചസ്റ്റർ കോഡ്. സ്പ്ലിറ്റ് ഫേസ് മാഞ്ചസ്റ്റർ കോഡ്. ഫസ്റ്റ് നമുക്ക് മാഞ്ചസ്റ്റർ കോഡ് എക്സ്പ്ലെയിൻ ചെയ്യാം. മാഞ്ചസ്റ്റർ കോഡിനകത്ത് ഈ 0 വരികയാണെങ്കിൽ A/2 to -A/2 ഈ ഒരു രീതിയിലായിരിക്കും അതിനകത്ത് ട്രാൻസിഷൻ വരുന്നത്, അല്ലെങ്കിൽ ഒരു ഹൈ ടു ലോ ട്രാൻസിഷൻ ആയിരിക്കും. നെക്സ്റ്റ് 1 വരുവാണെങ്കിൽ -A/2 to A/2. ഓക്കെ, അത് റിട്ടേൺ ടു സീറോ ഫോം ആണ്. അപ്പം T/2 അതിന്റെ ട്രാൻസിഷൻ വരുന്നത്. അപ്പം എളുപ്പം മാർഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് മാഞ്ചസ്റ്റർ കോഡ് വരയ്ക്കുകയാണെങ്കിൽ എവിടെ 1 ഉണ്ടോ നിങ്ങൾ ഈ ഒരു സിമ്പിൾ വെച്ചിട്ടങ്ങ് റീപ്ലേസ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ വരയ്ക്കാൻ പോകുന്നത് മാഞ്ചസ്റ്റർ കോഡാണ്. മാഞ്ചസ്റ്റർ കോഡ്, അതിനുശേഷം സ്പ്ലിറ്റ് ഫേസ് മാഞ്ചസ്റ്റർ കോഡ് വരയ്ക്കുക. മാഞ്ചസ്റ്റർ കോഡിൽ 1 വരുവാണെങ്കിൽ അതെങ്ങനെയാ വരുന്നത്, ഈ ഒരു ട്രാൻസിഷൻ 1 വരുവാണെങ്കിൽ. ഓക്കെ, റിട്ടേൺ ടു സീറോ ആണ്, ട്രാൻസിഷൻ സെന്ററിൽ വരും. അപ്പോൾ നമ്മൾ ഈ ഒരു ഫോമിൽ ഡ്രോ ചെയ്യുക. ഇവിടെ എന്തായിരിക്കും, -A/2 ആയിരിക്കും, ഹിയർ A/2 ആയിരിക്കും. ഓക്കെ, അപ്പം
1 വരുമ്പോഴത്തേക്ക് ഈ ഒരു ലോ ടു ഹൈ ട്രാൻസിഷൻ വരയ്ക്കുക. 0 വരുമ്പോഴത്തേക്ക് 0 ടു മീൻസ് A/2 ടു ഈ ഫോമിൽ ഈ ഒരു രീതിയിൽ ഡ്രോ ചെയ്യുക. എഗെയിൻ 1 വരുമ്പോഴത്തേക്ക് നമ്മൾ ഈ ഒരു ഫോമിൽ, അതായത് ലോ ടു ഹൈ 1 വരുമ്പോഴത്തേക്ക് ലോ ടു ഹൈ വരയ്ക്കുക. എഗെയിൻ 1 ആണ്, അപ്പോഴും എന്ത് ചെയ്യുക, ലോ ടു ഹൈ വരയ്ക്കുക. 0 വരുമ്പോഴത്തേക്ക് 0 ടു ലോ വരയ്ക്കുക. 1 വരുമ്പോഴത്തേക്ക് 0 ടു ഹൈ വരയ്ക്കുക. 0 വരുമ്പോഴത്തേക്ക് ഹൈ ടു ലോ വരയ്ക്കുക. എഗെയിൻ 0 വരുമ്പോഴത്തേക്ക് ഹൈ ടു ലോ വരയ്ക്കുക. 1 വരുമ്പോഴത്തേക്ക് ലോ ടു ഹൈ -A/2 ടു +A/2. 0 വരുമ്പോൾ A/2 ടു 0, A/2 ടു 0. ഇനി ചിലടത്ത് ഡോട്ട് ലൈൻ കിടക്കുന്നത് അത് ഡാർക്കൺ ചെയ്യുക. ഓക്കെ, അതായത് ബോൾഡ് ലൈൻ വെച്ച് റെപ്രസെന്റ് ചെയ്യുക. ബോൾഡ് ലൈൻ വെച്ച് റെപ്രസെന്റ് ചെയ്യുക, ഇവിടെയും ബോൾഡ് ലൈൻ വെച്ച് റെപ്രസെന്റ് ചെയ്യുക. ഇതാണ് മാഞ്ചസ്റ്റർ കോഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഓർത്തിച്ചിരുന്നാൽ മതി. 1 ആണെങ്കിൽ ഇങ്ങനെ ലോ ടു ഹൈ ട്രാൻസിഷൻ ആയിരിക്കും. 0 ആണെങ്കിൽ 0 ടു ലോ ആയിരിക്കും. എഗെയിൻ 1 ആകുമ്പോൾ ലോ ടു ഹൈ, എഗെയിൻ 1 ആകുമ്പോൾ ലോ ടു ഹൈ. 0 വരുമ്പം ഹൈ ടു ലോ. 1 വരുമ്പം ലോ ടു ഹൈ. 0 വരുമ്പം ലോ ടു ഹൈ ടു ലോ. 0 വരുമ്പം ഹൈ ടു ലോ. 1 വരുമ്പം ലോ ടു ഹൈ. 0 വരുമ്പം ഹൈ ടു ലോ. ഓക്കെ, ഇതിപ്പം IEEE ഫോർമാറ്റിലാണ് ഈ ഒരു രീതിയിൽ മാഞ്ചസ്റ്റർ കോഡ് വരുന്നത്. അപ്പോൾ ഇത് പഠിച്ചു വെക്കുക. ഇപ്പോൾ ഈ ഒരു ബിറ്റ് സ്ട്രീമിൽ 1 വരുവാണെങ്കിൽ ഈ ഒരു രീതിയിൽ റീപ്ലേസ് ചെയ്യുക. ഇത് -A/2 ആയിരിക്കും, ദിസ് ഈസ് A/2 ആയിരിക്കും. 0 ആണെങ്കിൽ എന്ത് ചെയ്യുക, അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ്. ഓക്കെ, A/2 ടു -A/2. ഇനി നെക്സ്റ്റ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് സ്പ്ലിറ്റ് ഫേസ് മാഞ്ചസ്റ്റർ കോഡാണ്. അത് ഇതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് വരുന്നത്. സ്പ്ലിറ്റ് ഫേസ് മാഞ്ചസ്റ്റർ കോഡ് നമ്മൾ ഡ്രോ ചെയ്യാം. അപ്പം അതിനകത്ത് 0-ന് ഇവിടെ 0-നെ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്, ഈ ഫോമിലായിരുന്നു. അപ്പം ഇവിടെ 0-നെ റെപ്രസെന്റ് ചെയ്യുന്നത് ഈ 1 എങ്ങനെ റെപ്രസെന്റ് ആ ഒരു ഫോമിലായിരിക്കും. അതുപോലെ 1-നെ ഈ ഒരു ഫോമിലായിരിക്കും റെപ്രസെന്റ്. അത്രയും ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്കത് ഡ്രോ ചെയ്യാം. 1 വരുമ്പോഴത്തേക്ക് എന്തായിരിക്കും, ലോ ടു ഈ ഒരു ഫോമിലായിരിക്കും. ഇവിടെ അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് A/2, ഇവിടെ -A/2 ആയിരിക്കും. ഇനി അടുത്ത 0 ആണ്. 0 വരുമ്പോഴത്തേക്ക് ഇങ്ങനെ ഈ ഒരു സിഗ്നൽ വെച്ച് റീപ്ലേസ് ചെയ്യാം. ഇങ്ങനെ വരും. ഓക്കെ, 1 വരുമ്പോഴത്തേക്കോ ഇത് വെച്ച് റീപ്ലേസ് ചെയ്യാം, ഇങ്ങനെ വരും. എഗെയിൻ 1 വരുമ്പോഴത്തേക്കോ സെയിം, ഇങ്ങനെ വെച്ച് റീപ്ലേസ് ചെയ്യാം. എഗെയിൻ 0 വരുമ്പോഴത്തേക്കോ ഈ ഒരു ഫോമിൽ. 1 വരുമ്പോഴത്തേക്ക് ദിസ് 1. 0 വരുമ്പോഴത്തേക്ക് ദിസ് 1. 0 വരുമ്പോഴത്തേക്ക് എഗെയിൻ അത് തന്നെ. 0 മീൻസ് -A/2 ടു A/2. 1 വരുമ്പോഴത്തേക്ക് ഹൈ ടു ലോ. 0 വരുമ്പോഴത്തേക്ക് ലോ ടു ഹൈ. ഇതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിരിക്കും സ്പ്ലിറ്റ് ഫേസ് മാഞ്ചസ്റ്റർ കോഡ് വരുന്നത്. അപ്പം ഈ ഒരു റെപ്രസെൻറ്റേഷൻസ് പഠിക്കുക. അപ്പോൾ ആ സിംഗിൾ ഒരു ബിറ്റ് സ്ട്രീമിൽ ഈ 1-നെ ആണെങ്കിൽ ഈ ഒരു ഫോമിലും, അതുപോലെ 0-നെ ഈ ഒരു ഫോമിൽ റീപ്ലേസ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് മാർക്ക് ചെയ്യുക. ഓക്കെ, അപ്പം നമ്മൾ ഇന്നത്തെ ഈ സെഷനിൽ സിഗ്നലിംഗ് കോഡിങ്ങിൽ 3 ടൈപ്സ് ആണ് ഡിസ്കസ് ചെയ്തത്. ഫസ്റ്റ് 1 ബൈപോളാർ നോൺ റിട്ടേൺ ടു 0 അല്ലെങ്കിൽ മാർക്ക് ഇൻവേർഷൻ കോഡ് AMI. അതിൽ 2 ആംപ്ലിറ്റ്യൂഡ് വരും. ബൈപോളാർ ആയതുകൊണ്ട് എയും -Aയും വരും. 0-നെ 0 വെച്ചാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ഓൾട്ടർനേറ്റ് ആയിട്ടുള്ള 1-നെ നമ്മൾ ഇൻവേർട്ട് ചെയ്യും. മാഞ്ചസ്റ്റർ കോഡിൽ 0-നെ ഈ ഒരു വേവ് ഫോം വെച്ച് റീപ്ലേസ് ചെയ്യും, 1-നെ ഈ ഒരു വേവ് ഫോം വെച്ച് റീപ്ലേസ് ചെയ്യും. സ്പ്ലിറ്റ് ഫേസ് മാഞ്ചസ്റ്ററിൽ അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിരിക്കും വരുന്നത്. അപ്പം സിഗ്നലിംഗ് സ്കീം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഏതെങ്കിലും ഇതുപോലത്തുള്ള ബിറ്റ് സ്ട്രീംസ് വന്നിട്ട് ഈ പറഞ്ഞ നമ്മൾ ഡിസ്കസ് ചെയ്ത് 3 പാർട്ടായിട്ട് ഡിസ്കസ് ചെയ്ത് യൂണിപോളാർ നോൺ റിട്ടേൺ ടു 0 അല്ലെങ്കിൽ യൂണിപോളാർ റിട്ടേൺ ടു 0, പോളാർ റിട്ടേൺ ടു 0, പോളാർ നോൺ റിട്ടേൺ ടു 0, ദെൻ ദിസ് AMI മാഞ്ചസ്റ്റർ കോഡ് ഏതെങ്കിലും 1-2 വരയ്ക്കാൻ ചോദിക്കുക, അല്ലെങ്കിൽ എസ് എ ക്വസ്റ്റ്യൻ ആയിട്ട് ഇങ്ങനത്തുള്ള ബിഗ് ബിറ്റ് സ്ട്രീം വന്നിട്ട് ഇതെല്ലാം ഡ്രോ ചെയ്യാനും